ദൈവം യുദ്ധവീരനായി അവരോടുകൂടെ നിന്നതിനാൽ വ്യത്യസ്ത കാറ്റഗറികൾ, പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ എന്നിവരെ ദൈവം ഉപയോഗിച്ചു. ഇസ്രയേലിൽ രാജാവില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 21-ാമത്തെ അധ്യായത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ പല ഭാഗങ്ങളിലും ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു. ആദ്യമായി ദെബോര എന്ന ഒരു പ്രവാചകി രാജ്യഭാരമേറ്റു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, അതായത് ദൈവത്തിൻ്റെ ദൂത സൈന്യങ്ങൾ ദെബോരയ്ക്കും ഇസ്രയേലിനും വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്തു. ശക്തിയേറിയ രാജാക്കന്മാരെ തോൽപ്പിച്ചു. ആദ്യമായി ഒരു പ്രവാചകി രാജഭരണം നടത്തിയ ചരിത്രം. 2 നേതാക്കന്മാർ അല്ലെങ്കിൽ ജഡ്ജസ്, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലം. അതിനുശേഷം ദാവീദ്, രാജാക്കന്മാർ യുദ്ധം നടത്തിയ കാലം. വീണ്ടും ശമൂവേൽ, ദൈവത്തിനു വേണ്ടി യുദ്ധം ചെയ്ത മറ്റൊരു പ്രവാചകൻ അല്ലെങ്കിൽ ന്യായം നടത്തിയ മറ്റൊരു പ്രവാചകൻ. പുരോഹിതന്മാർ എന്നിങ്ങനെ ഒരുപാട് പേരെ കാണാം. ഇവരോടെല്ലാവരോടും കൂടെ ദൈവം ഇരുന്നു. ഇതിനകത്ത് നമ്മൾ ഗൗരവമായി ചിന്തിച്ചത് ഒന്ന് ഗിദെയോന്റെ കാലമായിരുന്നു. ദെബോരയുടെ കാലം കഴിഞ്ഞാൽ ഗിദെയോന്റെ കാലത്തിലേക്ക് വരികയാണ്. ഗിദെയോന്റെ കാലമായതോടുകൂടെ ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഒരുപോലെ എഴുന്നേറ്റു. പ്രധാനമായും മിദ്യാന്യരായിരുന്നു ദൈവജനത്തിനെതിരെ നിന്നത്. മിദ്യാന്യർ വലിയ ആളുകളെ, അമാലേക്യരെ കൂട്ടുപിടിച്ചു. കിഴക്കേദേശക്കാരെ മൊത്തം കൂട്ടുപിടിച്ചു. ഇവർക്ക് വേണ്ടിയിരുന്നത് ഇസ്രയേലിൻ്റെ കൃഷി നശിപ്പിക്കുക, അവരുടെ കന്നുകാലികളെ പിടിച്ചുകൊണ്ടുപോകുക, അവരുടെ വരുമാന മാർഗങ്ങൾ ഇല്ലാതെയാക്കുക. ഇസ്രയേലിൻ്റെ ശൂന്യസ്ഥിതിയോ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുവാൻ അവരുടെ കയ്യിൽ വാളില്ല, അവരുടെ കയ്യിൽ കുന്തമില്ല. വാളും കുന്തവും തീർക്കുന്ന കൊല്ലനില്ല. ഇസ്രയേലിലെ അമ്മമാർ പാലൂട്ടി വളർത്തിയതായ സ്മിത്ത്, ക്രാഫ്റ്റ്സ്മെൻ, കൊല്ലന്മാർ, 2 ആയുധം പണിയാൻ കഴിയുന്നവർ ഇന്ന് ശത്രുവിന് വേണ്ടി ഉണ്ടാക്കുകയാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? ഒന്ന്, ഇസ്രയേലിൽ ആഹാരം ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ തിരുവചനത്തോട് വെള്ളം കലർത്തുക, ദൈവത്തിൻ്റെ പ്രമാണങ്ങളോട് വെള്ളം കലർത്തുക. അവർക്ക് സാക്ഷാൽ ആഹാരം ഉണ്ടാകരുത്, അവരുടെ കൃഷി നശിപ്പിക്കുക. 2, അവരുടെ കന്നുകാലികളെ പിടിച്ചുകൊണ്ടുപോകുക, അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുക, അവർക്കുള്ളതെല്ലാം തിന്നു തീർക്കുക. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. നാനാഭാഗത്തു നിന്നും വ്യത്യസ്ത ജാതികളെ കൊണ്ടുവന്ന് ദൈവജനത്തെ അറ്റാക്ക് ചെയ്യിക്കുക. നമുക്കറിയാം, കണ്ട കിഴക്കേ ദേശക്കാർ മുഴുവനും ഇന്നെതിരെ യുദ്ധത്തിനുണ്ട്. ഞാൻ പറഞ്ഞു, ഒരുമാതിരി സംസാരിക്കാൻ അറിയാവുന്നതിന് വണ്ണം ദൈവസഭകൾ അഭ്യസിപ്പിച്ചു കൊണ്ടുവന്ന പലരും ഇന്ന് പരിശുദ്ധാത്മാവിന് വിരോധമായി, കർത്തൃ ശുശ്രൂഷകന്മാർക്ക് വിരോധമായി, അറിയപ്പെടാവുന്ന ഏതു ശുശ്രൂഷകനും വിരോധമായി യാതൊരു കാരണവും കൂടാതെ അപവാദം പറഞ്ഞു വരുത്തുന്ന ഒന്ന് ഒരു വശത്തൂടെ, ദുരുപദേശം പറഞ്ഞു വരുത്തുന്നത് മറ്റൊരു വശത്തൂടെ, മദ്യപാനത്തിലേക്കും വെറിക്കൂത്തിലേക്കും ജനത്തെ തള്ളിവിടുന്ന മറ്റൊരു ഉപദേശം ഇനിയൊരു വശത്തുകൂടെ, മാലിന്യം കലർന്നതായ ജീവിതം നയിക്കുവാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഇനിയൊരു വശത്തുകൂടെ. വട്ടത്തിൽ നിന്ന് ശത്രു യുദ്ധം തുടങ്ങുമ്പോൾ ദൈവം ഒരു ഗിദെയോനെ സന്ദർശിച്ചു പറഞ്ഞു, ഗിദെയോനെ എഴുന്നേര്, നിന്റെ ഈ ബലത്തോടെ പോ. യുദ്ധവീരനായ ദൈവം ഇന്നത്തെ കാലഘട്ടത്തിൽ ബേഥേലിൽ നിന്നും ബേഥേലൈറ്റ്സിൽ നിന്നും ചിലരെ കൂടെ എഴുന്നേൽപ്പിക്കട്ടെ, കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഹഗ്ഗായിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ദയവായി നമുക്കൊന്ന് വായിക്കാം. ഹഗ്ഗായിയുടെ ലേഖനം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ദയവായി നമുക്കൊന്ന് വായിക്കാം. ആലയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു പഴയ നിയമ ദേവാലയം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പഴയ നിയമ സഭയുണ്ടായിരുന്നെങ്കിൽ, ഇന്ന് പുതിയ നിയമത്തിൽ ഒരു സഭയുണ്ട്, ഒരു ദേവാലയമുണ്ട്. ഞാൻ ദേവാലയം എന്ന വിഷയത്തെക്കാൾ ഉപരിയായി സഭ എന്ന ആശയത്തെ ചിത്രീകരിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ കാല സഭയിൽ, പഴയ നിയമസഭയിൽ ഒരല്പം മഹത്വം ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമസഭയിൽ അതല്ല, അതിനേക്കാൾ വലുതാണ് കാണേണ്ടത്. വായിക്കാം, ഹഗ്ഗായി 2:9. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലേത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാനത് എഴുതിയ കോണ്ടസ്റ്റോ അത് പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളോ തൊടുകയല്ല. യഹോവയുടെ ആലയം ഒരിക്കൽ ഉണ്ടായിരുന്നു. ആ ആലയം ശത്രു പൊളിച്ചു കളഞ്ഞു, അതങ്ങ് ഇല്ലാതെ പോയി ആലയത്തെ തിരികെ പണിയേണ്ടതിന് വേണ്ടി ദൈവം തൻ്റെ ഭക്തന്മാരെ പ്രോത്സാഹിപ്പിച്ചു. അവരുടെ മേൽ ഒരാത്മ പകർച്ച നടത്തി അവരെ ആലയം വീണ്ടും പണിയുകയാണ്. അങ്ങനെ ഒരു ആലയം പണിയുമ്പോൾ ആ ആലയത്തെക്കുറിച്ച് പ്രവചിക്കുന്ന ഒരു പ്രവചന പദമാണ്
മഹത്വമാണ് ഹഗ്ഗായി പറയുന്നത്. ഇതിന്റെ പിന്നത്തെ മഹത്വം, ഒടുവിലത്തെ മഹത്വം ആദ്യത്തേതിനേക്കാൾ ഉപരിയായിരുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കുമ്പോൾ പഴയ നിയമസഭയിൽ ഇസ്രായേലിന്റെ മുമ്പിൽ ദൈവം ഇറങ്ങുകയും അവർക്ക് വേണ്ടി ചെങ്കടലിനെ പിളർക്കുകയും അവർക്ക് വേണ്ടി യോർദാനെ വറ്റിക്കുകയും അവർക്ക് വേണ്ടി യെരിഹോ മതിലിനെ ഇടിക്കുകയും ചെയ്തത് ഒരു മഹത്വമായിരുന്നെങ്കിൽ, ബഥേൽ ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽ ദൈവത്തിന് ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നത്തെ മഹത്വം, ഇന്ന് പകൽ വെളിപ്പെടേണ്ട മഹത്വം, ഈ പകൽ കാണേണ്ട മഹത്വം, നാളത്തെ കാര്യമല്ല, ഇന്ന് പകൽ വെളിപ്പെടേണ്ട മഹത്വം പഴയതിനേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ട് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ആത്മാവിന്റെ നാവ് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം ദൈവാത്മാവ് തരുന്ന പ്രേരണയ്ക്കൊത്തവണ്ണം ഇന്ന് പകൽക്കാലം പറയട്ടെ, ചില ചെങ്കടലുകൾ വ്യക്തികളുടെ മുൻപിൽ നിന്ന് മാറിയേ മതിയാകും. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം പണ്ടത്തേതിനേക്കാൾ വലുതായിരിക്കുമെന്ന് അന്നൊരിക്കൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറഞ്ഞെങ്കിൽ ഭോഷ്ക് പറയുവാൻ അവൻ മനുഷ്യനല്ല, ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവൻ, ഇന്ന് പകൽ ദൈവദിനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, കടഭാരങ്ങളിൽ ഇരിക്കുന്നവര്, വീടിന്റെ പ്രശ്നങ്ങളിൽ ഇരിക്കുന്നവര്, കുടുംബ കലഹങ്ങളിൽ ഇരിക്കുന്നവര്, ഡിവോഴ്സിന്റെ വക്കത്തെത്തിയവര്, ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞവര്, കോടതിയുടെ ഫൈനൽ വിധിക്കായി കാത്തിരിക്കുന്നവര്, നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഈ ചെങ്കടൽ പിളർന്നു മാറുവാൻ അതിനകത്ത് അടുത്തൊരു പദത്തിലേക്ക് ദൈവാത്മാവ് ഇറക്കുകയാണ്. അടുത്തൊരു പദത്തിലേക്ക് ദൈവാത്മാവ് നടത്തുകയാണ്. യോർദാന്റെ കാര്യം ഒന്ന് എടുക്കാൻ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് പറയുന്നു. പെട്ടകം വഹിക്കുന്നതായ പുരോഹിതന്മാർ, ദൈവത്തിന്റെ പുരോഹിതന്മാർ ദൈവത്തിന്റെ പെട്ടകവുമായി യോർദാന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. യോർദാൻ പതിവ് പോലെ കരകവിഞ്ഞൊഴുകുകയാ. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ. പഴയ നിയമ ഇസ്രായേലിന്റെ മഹത്വമാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ തൊടുന്നത്. യോർദാൻ കരകഴിഞ്ഞൊഴുകുകയാണ്. അതിന്റെ ഒരു സോക്കേടുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവം അന്നത്തെ ചരിത്രത്തിൽ കാണുന്നത്, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന പതിവാണ്. ഏതാണ്ട് എന്റെ കയ്യിലോട്ട് കിട്ടിയെന്ന് തോന്നുമ്പോൾ ഇന്നത്തെ പർട്ടിക്കുലർ കോണ്ടസ്റ്റിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, ഒരു 25 പേർ യേശുവിനെ അംഗീകരിച്ചു, സ്നാനത്തിന് റെഡി എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു ലോണ്, ഞാൻ ആത്മീക വശം ആദ്യം തൊട്ടു, എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു ലോണ് സാങ്ഷനായി എന്ന് പറയുമ്പോൾ, എന്റെ കുഞ്ഞ് ഒടുവിലത്തെ പരീക്ഷ എഴുതി ഈ കൊല്ലം പാസ്സാകുകയാണെന്ന് പറയുമ്പോൾ, ആ ലാസ്റ്റ് മിനിറ്റിൽ ജോർദാനിൽ ഒരു ജലപ്രളയം, കൊയ്യാൻ വന്നിരുന്ന വയലുകളെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഒരു പ്രവാഹം, യോർദാനിൽ ഒരു പ്രവാഹം ഉണ്ടാകുന്ന പതിവാണ്. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകുന്നത് അതിന്റെ സ്വഭാവമായിരുന്നെങ്കിൽ, ഹേ യോർദാനെ, ഈ മഹത്വം വെളിപ്പെടുമ്പോൾ ഇന്നൊരു പ്രത്യേക ദിവസമാണ്. ഇതിന്റെ വാതിക്കൽ തന്നെ ഒരു കൂട്ടം പുരോഹിതന്മാർ നിൽക്കുകയാണ്. ദൈവത്തിന്റെ പെട്ടകം വഹിക്കുന്ന, ദൈവത്തിന്റെ പ്രമാണം വഹിക്കുന്ന ഒരു കൂട്ടം പുരോഹിതന്മാർ, ഇതിന്റെ പ്രമാണങ്ങൾ എടുത്തു കളയേണ്ടതിന്, ഇതിനകത്ത് ദുരുപദേശം വാരി വിതറേണ്ടതിന്, ഹേ ശത്രുവേ, നീ വട്ടം നിൽക്കുമ്പോൾ പ്രമാണം സൂക്ഷിക്കുന്ന, പെട്ടകം സൂക്ഷിക്കുന്ന ഒരു കുറെ പുരോഹിതന്മാരുണ്ട്. അവർ തോളിന്റെ മേൽ പെട്ടകവുമായി യോർദാന്റെ പക്കത്ത് നിൽക്കുകയാണ്. യോശുവ പറഞ്ഞു, ഇറങ്ങ് വെള്ളത്തിലേക്ക്. ഹല്ലേലൂയ. ഒഴുകുന്ന യോർദാനിൽ, കരകവിഞ്ഞൊഴുകുന്ന യോർദാനിൽ പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാർ അവരുടെ പാദങ്ങൾ വയ്ക്കുകയും അവരുടെ കാൽപാദങ്ങൾ നനഞ്ഞു, പക്ഷേ കാൽപാദങ്ങൾ നനഞ്ഞു, പക്ഷേ ഒഴുക്കവിടെ നിന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് ചിലരുടെ കാൽപാദങ്ങൾ നനയുമെങ്കിലും, ഹല്ലേലൂയ, വെള്ളം നിങ്ങളെ മുക്കിക്കളയുകയില്ല. ആമേൻ. വചന ശുശ്രൂഷയും പ്രസംഗവും രണ്ടും രണ്ടാ. ഐ റിപ്പീറ്റ്, വചന ശുശ്രൂഷയും പ്രസംഗവും രണ്ടും രണ്ടാ. സാധാരണഗതിയിൽ ഞാൻ ഒരളവിൽ വചനം പഠിപ്പിച്ച ശേഷം ഒരു മെസ്സേജിന്റെ പകുതിയോടുകൂടെ മാത്രമേ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാറുള്ളായിരുന്നു. ഇന്ന് തുടക്കം മുതൽ തന്നെ ദൈവം വചന ശുശ്രൂഷയായിട്ടാണ് തരുന്നത്. ഇന്ന് പകൽ ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിച്ച് കർത്താവിനെ വിശ്വസിച്ച് പറയുകയാണ്, പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാരെ, ഗോഡ്, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇന്ന് കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മുമ്പിൽ നിങ്ങളിൽ ചിലർക്കറിയാം, ഞാനിത് തൊട്ടാൽ ഇതിനൊരു വ്യത്യാസമുണ്ടാകും, ഞാനിത് തൊട്ടാൽ ഇതിനൊരു വ്യത്യാസമുണ്ടാകും.
ചില സ്ഥലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ പേരുകളൊന്നും എടുക്കുന്നില്ല, ചില സഭായോഗങ്ങൾ ഡ്രൈ ആയി വരുമ്പോൾ, സഭായോഗത്തിനകത്ത് ആവശ്യമുള്ള ദൈവിക വിടുതലില്ലാതെ വരുമ്പോൾ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ അറിയാം ഇന്നയാൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ പല സന്ദർഭങ്ങൾ ഓർക്കുന്നുണ്ട്. ശുശ്രൂഷകന്മാർ പറയും ഇന്നാരൊന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് ഒരു സാക്ഷി പറയാൻ, ഒരു 10 മിനിറ്റ് ഒരു പ്രബോധനം പറയാൻ. അവർ എഴുന്നേറ്റ് കഴിയുമ്പോൾ അന്തരീക്ഷം മാറുന്നത് കാണാം. ഇതിനകത്തിരിക്കുന്ന ചിലർക്കറിയാം എന്റെ കയ്യിൽ ഒരു പെട്ടകമുണ്ട്, ഞാൻ ഈ യോർദാനിൽ എന്റെ കാലി വെച്ചാൽ യോർദാന്റെ ഒഴുക്കവിടെ നിന്നു. ഹല്ലേലൂയ. ഞാനൊന്ന് തൊട്ടാൽ യോർദാന്റെ ഒഴുക്ക് അവിടെ നിൽക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ ചില യോർദാന്റെ ഒഴുക്ക് നിൽക്കുവാൻ അധികാരമുള്ള ചിലരെ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം ഒരുക്കട്ടെ. ഞാൻ ഏതൊക്കെ ഉദാഹരണങ്ങൾ എവിടൊക്കെ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഒരല്പം സബ്സ്റ്റാൻഡേർഡ് ഉദാഹരണമായിരിക്കാം. പക്ഷെങ്കിൽ ഈ പൊതുസ്ഥലത്ത് ജനലക്ഷങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ഒന്ന് വിളിച്ചു പറയാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു 18 വർഷം ഇന്ത്യൻ എയർഫോഴ്സിൽ ഉണ്ടായിരുന്നു. ഒരിക്കല് മെസ്സിനകത്ത്, എയർഫോഴ്സിന്റെ മെസ്സിനകത്ത്, ട്രെയിനീസിന് ആഹാരം കൊടുക്കുന്ന മെസ്സിനകത്ത് വിറക് നനഞ്ഞു പോയതുകൊണ്ട് ആഹാരം നേരത്തിനുണ്ടായില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1:30 മണിയാകുമ്പോൾ ആഹാരം കൊടുക്കണം. 1:30 കറക്റ്റ് ആയപ്പോൾ എല്ലാവരും തന്നെ ആഹാരത്തിന് വേണ്ടി മെസ്സിന്റെ മുന്നിൽ വന്ന് നിൽക്കുക. പക്ഷെ ആഹാരം കറക്റ്റ് സമയത്തിനായിട്ടില്ല. ആകപ്പാടെ കാറ്ററിംഗ് അസിസ്റ്റന്റ് ബുദ്ധിമുട്ടി. ജനമെല്ലാം വന്ന് നിൽക്കുകയാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറയും, വീട്ടിൽ ശല്യം സഹിക്കാതെ വരുന്ന പിള്ളേരെയാ പട്ടാളത്തിൽ വിടുന്നത്. ഒത്തിരിയൊക്കെ കറക്റ്റാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ നല്ലവർ വന്നാൽ ഇതിനകത്ത് വന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് വഷളാകും. എല്ലാവരും ഗുസ്തി പിടിക്കാൻ അറിയാവുന്നവരാണ്. അന്ന് എല്ലാവർക്കും കൂടെ തോന്നി മെസ് ഒന്ന് അറ്റാക്ക് ചെയ്യണം. എല്ലാവരും കൂടെ ശല്യമായി. മെസ്സിനകത്തുനിന്ന് കതക് അടച്ച് കാറ്ററിംഗ് അസിസ്റ്റന്റ് സൂക്ഷിച്ചു. പക്ഷെ കതക് പൊളിക്കും എന്നൊരു സാഹചര്യമായപ്പോൾ മെസ്സിന്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ സ്റ്റാഫ് ഇരിക്കുന്ന ഓഫീസിലേക്ക് ഒരു ടെലിഫോൺ കോൾ വന്നു. ആരെങ്കിലും പെട്ടെന്ന് വരണം, പിള്ളേരെല്ലാം കൂടെ പൊളിക്കാൻ പോവുകയാണ്. ഇവിടെ കുക്കിന് തല്ല് കിട്ടും. ഇന്ന് ആഹാരം സമയത്തിനായിട്ടില്ല. മിലിറ്ററിയിൽ അവർക്ക് ഒരു ഭാഷയുണ്ട്. അത് പെന്തക്കോസ്തുകാരന് ഉപയോഗിക്കാവുന്ന ഭാഷയല്ല. അതിനകത്ത് പകുതി കൂടുതലും ചീത്തയാണ്. അത് പറഞ്ഞ് വിളിച്ചെങ്കിലേ മിലിറ്ററിക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഭാഷ വിളിക്കുന്നവർ പോയേ പറ്റൂ. അപ്പം ഞാൻ എൻ്റെ കൂടിരുന്ന ആളുകളോട് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് എളുപ്പം ചെയ്യുക. കാര്യം ഈ മറ്റേ ഭാഷ പറയാൻ അറിയാവുന്നവരുണ്ട്. അല്ല, സുന്ദരമായി തുറന്ന് വായിക്കും. അയ്യോ, പെന്തിക്കോസിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇല്ലേ, നിങ്ങൾ ഈ മീഡിയ ഒക്കെ ഒന്ന് കണ്ടു നോക്കണം, ഓരോരുത്തൻ്റെ പ്രകൃതം കാണാൻ. അപ്പം ആ ടൈപ്പിൽ ഇവൻ രക്ഷിക്കപ്പെട്ട ഭാവിയാ, മറ്റവൻ രക്ഷിക്കപ്പെടാത്ത ഭാവിയാ. ഇവിടെ നീ ഒന്ന് പോയി ശരിയാക്കാൻ പറഞ്ഞു. ആർക്കും പോകാൻ ഒരു മനസ്സില്ല. അവസാനം സീനിയർ റാങ്ക് എൻ്റേതായിരുന്നു. കഷ്ടകാലത്തിന് എല്ലാവരും കൂടെ പറഞ്ഞ് സാറ് തന്നെ നീ തന്നെ പോയാലേ ശരിയാകത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ പോയാൽ മറ്റേ ഭാഷ പറയാൻ എനിക്ക് പറ്റുകയില്ല. അതുകൊണ്ട് ആ ഭാഷ കേട്ടില്ല ഇവന്മാർ പോകത്തുമില്ല. അതുകൊണ്ട് എനിക്ക് വയ്യ. എല്ലാവരും കൂടെ എൻ്റെ തലയിൽ തന്നെ വെച്ചു പോയേ തീരൂ. എനിക്കൊന്നൊരു സ്കൂട്ടറുണ്ടോ, ഞാൻ ആ സ്കൂട്ടർ എടുത്തു. ഞാൻ വിചാരിച്ചു സ്കൂട്ടറിൽ അങ്ങോട്ട് ചെല്ലുക. മെസ്സിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ഓൺ അടിക്കുമ്പോൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവന്മാർ ഓടുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, അവരവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ സ്കൂട്ടർ തിരിച്ചിഞ്ഞു പോരും. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, മെസ്സിൻ്റെ അടുക്ക ചെന്നൊരു ഓൺ അടിച്ചു. ആരണ്ട് നോക്കിയേച്ച് ഒരുത്തനോട് വിളിച്ച്, അരേ ആകെ യാർ ഭാഗ്യാവൂ, ഓടിക്കോടാ, വന്നടാ. എന്നെ വന്നെന്നാ ഒരു പേടിച്ചു തൂറിയാ വന്ന് നിൽക്കുന്നത്. ആകപ്പാടെ ഉള്ള ക്വാളിറ്റി യൂണിഫോം ഇട്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ചിലർക്കറിയാമായിരുന്നു ഈ റാങ്കും യൂണിഫോമും ഉള്ള ഒരുത്തൻ അവിടം വരെ ചെന്നാൽ പ്രശ്നങ്ങൾ ശാന്തമാകും. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ഒരു അഭിഷേകമുള്ളത് തെളിയിക്കേണ്ട സമയമായി. ഞാനൊന്ന് ശാസിച്ചാൽ, എന്റെ കാലൊന്ന് ചവിട്ടിയാൽ ഈ യോർദാൻ നിൽക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തില് ചില യോർദാനെ ചവിട്ടി നിർത്തുവാൻ അന്നുള്ള മഹത്വമല്ല ഇന്നുള്ള മഹത്വം, ഈ ആലയത്തിന്റെ മഹത്വം പഴയതിനേക്കാൾ വ്യത്യസ്തമാണ്. ഈ ആലയത്തിന്റെ മഹത്വം പണ്ടത്തേതിനേക്കാൾ വ്യത്യസ്തമാണ്. അതിന്റെ മഹത്വം വളരെയായിരിക്കും.
ഞാൻ റിവിഷനിൽ മടങ്ങി വരട്ടെ. യോർദാനെ ചവിട്ടുവിട്ട ജനത്തെ കുറിച്ച് പിന്നെ തൊടാൻ നോക്കാം. സക്കരിയാവിന്റെ പുസ്തകത്തിൽ ഞാൻ എന്റെ ജനത്തിനൊരു തീമതിലായിരിക്കും, അവിടെയും ഞാൻ വരാം. ശിംശോനെ ദൈവം ഉപയോഗിച്ചു. ശിംശോനോട് ഒരു ദിവസം കർത്താവ് പറഞ്ഞു, ശിംശോനെ നീ ഇറങ്ങിച്ചെല്ല്, നിന്റെ ഈ ബലത്തോടെ പോ. ഏത് ബലത്തോടെ? ഞാൻ നിന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ യഹോവ ശിംശോനെ നോക്കി. ഒരു നോട്ടത്തിലൂടെ വ്യാപരിച്ച ദൈവശക്തി, ഒരു നോട്ടത്തിലൂടെ വ്യാപരിച്ച ദൈവാഭിഷേകം ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ചിലതിനെ വിരൽ ചൂണ്ടി കമിഴ്ത്തുക. ഇന്ന് പകൽ അടുത്ത പടിയിലേക്ക് മാറുകയാണ്. ചില പ്രശ്നങ്ങളുടെ നേരെ ദൈവവൈതൽ വിരൽ ചൂണ്ടുമ്പോൾ, ഹല്ലേലൂയ, വേറെ ചിലതിനെ നോക്കുമ്പോൾ ആ നോട്ടത്തിലൂടെ, ഹല്ലേലൂയ, ദൈവവചനത്തിന്റെ നോട്ടത്തിലൂടെ നിങ്ങളുടെ കണ്ണുകളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ജ്വാല അവരെന്റെ കണ്ണിലടിക്കുമ്പോൾ കുറേ മസിയാരാ ചില ദൈവിക ജയം നടക്കുവാൻ. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞോട്ടെ, വേറൊരു ആംഗിളിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ദിവസം പത്രോസ് ആകപ്പാടെ യേശുവിനെ തള്ളിപ്പറയാൻ തുടങ്ങി. യേശു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കോഴി 2 വട്ടം കൂവുന്നതിന് മുന്നമേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. 3 വട്ടം തള്ളിപ്പറഞ്ഞ അടുത്ത ലെവൽ, പത്രോസ് നശിക്കുന്നതിന് മുന്നമേ യേശു മഹാപുരോഹിതന്റെ അരമനയിൽ നിന്ന് പത്രോസിനെ തിരിഞ്ഞൊന്ന് നോക്കി. ഒരൊറ്റ നോട്ടം, യേശുവിന്റെ നോട്ടം പത്രോസിന്റെ കണ്ണുമായി ഇടഞ്ഞതോടെ പത്രോസിന് മാനസാന്തരമുണ്ടായി. നശിക്കാൻ പോകുന്ന ചിലതിനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇന്നൊരു നോട്ടം. സഭയുടെ തൂണായി മാറേണ്ട, സഭയുടെ അടിസ്ഥാനമായി മാറേണ്ട, അപ്പോസ്തലന്മാരിൽ പ്രമാണിയായി മാറേണ്ട ഹേ പത്രോസേ, അങ്ങേ രക്ഷിക്കുവാൻ ആ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ ഒരൊറ്റ നോട്ടം. അതുപോലെ തന്നെയായിരുന്നു കാൽവറി ക്രൂശ്. ഇത് ആരോടൊക്കെയോ ദൈവം ഇടപെടുക. കാൽവറി ക്രൂശ് ഇതുപോലെ ഒന്നായിരുന്നു. ക്രൂശിന്റെ ഇടത്തും വലത്തും ഓരോ കള്ളന്മാരുണ്ട്. അതിലൊരു കള്ളൻ യേശുവിനെ ഒന്ന് നോക്കി, യേശു തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. ആ കൺമുനകൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഇടയ്ക്ക് കാണത്തക്ക യാതൊരു ബന്ധവുമില്ല, ഇടയ്ക്ക് കാണത്തക്ക ഒന്നുമില്ല. അന്തരീക്ഷത്തിലൂടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിയിടഞ്ഞപ്പോൾ തേണ്ട കള്ളന്റെ അകത്തേക്ക് അനുതാപ വാചകങ്ങൾ പറയുവാനുള്ള ഒരു പ്രേരണയായി പിശാച് നൃത്തം വെക്കുന്ന ചില ഭവനങ്ങളിൽ ഒന്ന് കയറി ചെന്ന് കാലി ചവിട്ടുവാൻ. ഹല്ലേലൂയ. ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിനേക്കാൾ അധികം. എനിക്ക് ആ ഭാഗത്ത് പോകണമെന്നുണ്ട്, പക്ഷെ ഇന്ന് സമയം എല്ലാത്തിനും കൂടെ അനുവദിക്കത്തില്ല. അതുകൊണ്ട് നക്ഷലായി ഞാൻ അത്രയും തൊട്ടു. ചിലത് കയറി ചെല്ലുമ്പോൾ ദൈവം വിടുതൽ കൊടുക്കും. ഗിദെയോനെ, നീ ഞാനും കൂടെയുള്ള നോട്ടത്തിൽ ശക്തി പകർന്നു. ഇന്ന് പകൽ നോട്ടത്തിൽ ശക്തി പകരുക. ഈ മെസ്സേജ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പേ ശ്രദ്ധിച്ചു നോക്കിയിരിക്കുന്നവർ, വ്യത്യസ്ത മീഡിയകളിൽ ശ്രദ്ധിക്കുന്നവർ, ടെലിവിഷൻ സ്ക്രീനുകളിലേക്ക് നോക്കിയിരിക്കുന്നവർ, കമ്പ്യൂട്ടറുകളിലേക്ക് നോക്കിയിരിക്കുന്നവർ, ടെലിഫോണിന്റെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നവർ, ചിലർ വിടുവിക്കപ്പെടേണ്ടതിന് ഈ നോട്ടത്തിൽ ഇന്നൊരു ദൈവശക്തി വ്യാപരിക്കുവാൻ, യേശുവിൻ നാമത്തിൽ ഇന്നൊരു ദൈവശക്തി വ്യാപരിക്കട്ടെ. യഹോവ ഗിദെയോനെ നോക്കി, ഈ ബലത്തോടെ പോകാം. പിന്നൊരിക്കൽ ചെങ്കടലിൽ വെച്ച് യഹോവ മിസ്രയീമെ സൈന്യത്തെ നോക്കി തീർന്നു. രഥചക്രങ്ങളുടെ ഓട്ടം തകരാറാകാൻ തുടങ്ങി. ഇന്ന് പകൽ ദൈവസഭയ്ക്കെതിരെ ഉയർന്നോടുന്നതായ ചില രഥചക്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഓട്ടം കുഴയട്ടെ, ഓട്ടം കുഴയട്ടെ. രഥചക്രങ്ങളുടെ ഓട്ടം കുഴയാൻ തുടങ്ങി. ദൈവം ഗിദെയോനെ അയച്ചു. ഗിദെയോന്റെ കൈകൊണ്ട് ജയം കൊടുത്തു. അവിടെ കൊണ്ട് നിർത്തുക. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് പറഞ്ഞതാ. ഇന്ന് ശിംശോനെ വീണ്ടും തൊടാൻ പോകുകയാണ്. ശിംശോന്റെ കാര്യവും എടുത്തു പറയുന്നുണ്ട്. ഗിദെയോൻ വിജയിച്ച് വിജയങ്ങളിയായി അസ്തമിച്ചു. ശിംശോൻ വിജയിച്ച് തോറ്റ് പരാജയപ്പെട്ടു മടങ്ങി. ഗിദെയോൻ വിജയിച്ചു, വിജാളിയായി മരിച്ചു. ശിംശോൻ വിജയിച്ചു, ഫൈനലി തോൽവിക്കാരനായി മരിച്ചു. ഗിദെയോന്റെ ജീവിതം നന്നായിരുന്നു. ശിംശോന്റെ ജീവിതം ഇന്നൊന്ന് തൊടാൻ പോകുകയാണ്. ശിംശോനെ കുറിച്ച്
ജഡ്ജസ് 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ 16-ാം അധ്യായം 25-ാം വാക്യം വരെ എഴുതിയിട്ടുണ്ട്. 13-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ ശിംശോനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ശിംശോന്റെ അപ്പൻ്റെ പേര് മനോഹ എന്നായിരുന്നു. ഇസ്രായേൽ ജനം പാപം ചെയ്തതിനാൽ ദൈവം അവരെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ശത്രു അവരെ ഞെരുക്കിയതോടെ ഇസ്രായേൽ നിലവിളിക്കുവാൻ തുടങ്ങി. ആ നിലവിളിയുടെ മുമ്പിൽ ദൈവം ഒരു ശിംശോന് ജനനം കൊടുക്കാൻ തീരുമാനിച്ചു. ശിംശോന്റെ അമ്മ പ്രാരംഭത്തെങ്കിൽ മച്ചിയായിരുന്നു. അവൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പോകുകയാണ്. മച്ചിയായിരുന്ന അവൾ ഒരു ദിവസം വയലിൽ ജോലി ചെയ്യുമ്പോൾ യഹോവയുടെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട്, നിനക്കൊരു മകൻ ജനിക്കുമെന്ന്. നീ മച്ചി എന്നൊക്കെ ഉള്ളതൊരു കഥയാ, ഒരു ചരിത്രമാ, പക്ഷേ ഞാനതൊന്ന് മാറ്റാൻ പോകുകയാ. എനിക്ക് ഒരു ഡിവൈൻ പർപ്പസ് ഉള്ളതിനാൽ നിന്റെ ബാരൻനെസ് ഞാനൊന്ന് മാറ്റാൻ പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഇതെന്തു കൊണ്ടോ ഐ ഡോണ്ട് നോ, ബട്ട് ഐ എം താങ്ക്ഫുൾ ടു ഗോഡ്. ദൈവത്തോട് ഞാൻ നന്ദിയുള്ളവനാണ്. ആരംഭം മുതൽ ഒരു വചന ശുശ്രൂഷയിലേക്ക് മാറുക. ഞാൻ എത്ര നോക്കിയാലും 10 രൂപ മിച്ചമെടുക്കാൻ ഒക്കത്തില്ല. ഞാൻ എങ്ങനെ നോക്കിയാലും ഒരു ഫസ്റ്റ് ക്ലാസ് എനിക്ക് കിട്ടത്തില്ല. ഐ ആം എ ബാരൻ. എനിക്കതിനപ്പുറത്തോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കുടുംബജീവിതം ഇല്ലാഞ്ഞിട്ടല്ല, ഭർത്താവ് ഇല്ലാഞ്ഞിട്ടല്ല, ജോലി ചെയ്യാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, ശരീരത്തിന് ബലമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ ഗർഭം ദൈവം അടച്ചിരിക്കുകയാണ്. എനിക്കൊരു സന്തതി ഉണ്ടാകുന്നില്ല. ഞാൻ സുവിശേഷ വേല ചെയ്യാഞ്ഞിട്ടല്ല, ആളുകളെ അപ്രോച്ച് ചെയ്യാഞ്ഞിട്ടല്ല, ഒരാത്മാവിനെ എനിക്ക് കിട്ടുന്നില്ല. ഇന്ന് പകൽ അങ്ങനത്തെ ബാരൻനെസ് മനസ്സിലാകുന്നവരുണ്ടോ? ജനത്തിനൊരാവശ്യമുള്ളതിനാൽ, തലമുറയ്ക്കൊരാവശ്യമുള്ളതിനാൽ യഹോവയുടെ ദൂതൻ വന്ന് വെച്ച് പറയുകയാണ്, മനോഹയുടെ ഭാര്യയെ, മച്ചി എന്നറിയപ്പെട്ടവളെ, ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരാൻ പോകാ. എന്തിനാണെന്നറിയാമോ? എൻ്റെ ജനത്തിനൊരു വീണ്ടെടുപ്പിന് വേണ്ടി. ഇന്ന് വരെ മച്ചി എന്ന് പറയുന്ന ചിലതിന് ദൈവം ഒരു സന്തതി തരുവാൻ. ഞാൻ അക്ഷരീക സന്തതിയെ കുറിച്ച് അല്ല തൊടുന്നത്, അത് ദൈവം ചെയ്യട്ടെ, അതല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് തൊടുന്നത് ഒരു ആത്മീക വിഷയമാണ്. എന്നെ കൊണ്ട് ഇന്ന് വരെ ഒന്നും ചെയ്യാൻ ഒത്തിട്ടില്ല. ഭൂമിയിൽ ഒന്നിനും പണയം കൊടുക്കാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. സമയം ചെലവഴിക്കാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ അധ്വാനിച്ച് തകരുകയാ. 4 മീറ്റിങ്ങിന് പോകാൻ പറ്റുന്നില്ല. ദൈവത്തിന് പറവാനുള്ളത് ആ സ്ഥിതി മാറുകയാണ്. സാറയുടെ ഗർഭം തുറന്നവൻ, ഹല്ലേലൂയ. ശമൂവേലിന്റെ അമ്മയുടെ ഗർഭം തുറന്നവൻ മനോഹയുടെ ഭാര്യയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ നിന്റെ ഗർഭം തുറക്കാൻ പോകുകയാണ്. നിനക്കൊരു മകൻ ജനിക്കും. അവൻ അസാമാന്യനായിരിക്കും. അവൻ അസാമാന്യനായിരിക്കും. ഞാൻ നിന്റെ കയ്യിലോട് ചിലത് തരാൻ പോകുകയാ. അത് അസാമാന്യമായിരിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ആ പൈതലിനെ വളർത്തേണ്ടത് എങ്ങനെയെന്നറിയണം. നീ ഗർഭിണിയാകുന്ന സമയം മുതൽ നീ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നീ നസീർ വ്രതം ആചരിക്കണം. മുന്തിരിവള്ളിയുടെ അനുഭവം നിനക്ക് പാടില്ല. നിനക്ക് വേർപെട്ടിരിക്കേണ്ട ഇടത്ത് നീ വേർപെട്ടിരിക്കണം. ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതൽ, ദൈവത്തിന്റെ തിരുസഭ ചില ശിംശോന്മാർക്ക് ജനനം കൊടുക്കേണ്ടതാകയാൽ സാധാരണക്കാരനെ പോലെ നടക്കുവാൻ കഴിയുകയില്ല. ചില പഥ്യം നോക്കിയേ മതിയാകെയുള്ളൂ. പഥ്യം നോക്കുന്നവർ പത്യോപദേശത്തിൽ പോകുന്നവർക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. നമുക്കെല്ലാവരെയും പോലെ പോകാൻ ഒക്കത്തില്ല. ഒരു പത്യോപദേശത്തിൽ നിന്നേ ഒക്കത്തുള്ളൂ. മനോഹയുടെ ഭാര്യയോട് ദൈവത്തിൻ്റെ ദൂതൻ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അവൾക്കൊരു ധൈര്യവുമില്ല. ദൈവദൂതനെ കണ്ടെന്ന് മനസ്സിലായില്ല. ഭർത്താവിനോട് പറഞ്ഞൊരു ദൈവപുരുഷൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു. ഭർത്താവ് പറഞ്ഞു, ദൈവപുരുഷനാണെങ്കിൽ ഒന്നുകൂടെ വെളിപ്പെടട്ടെ. അടുത്ത ദിവസം വീണ്ടും വെളിപ്പെട്ടു. മനോഹയോട് സംസാരിച്ചു. മനോഹ ചോദിച്ചു, ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരുമെങ്കിൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സ്ഥിതി എനിക്ക് നന്നായി അറിയാം. എൻ്റെ പഴയ സാഹചര്യങ്ങൾ എനിക്കറിയാം. ഇന്ന് പകൽ സാഹചര്യങ്ങൾ അറിയാവുന്ന ദൈവം അറിയാവുന്ന മനോഹയോടും അറിയാവുന്ന മനോഹയുടെ ഭാര്യയോടും പറയുകയാ, ഇന്ന് വരെ കണ്ടത് മറന്നേക്ക്. ഒരു വ്യത്യാസം വരാൻ പോകുകയാ. ഒരു അപാര ശക്തിമാൻ നിങ്ങളിൽ നിന്ന് ജനിക്കാൻ പോകുകയാ. ദൈവത്തിന്റെ പൈതലെ, നമുക്കൊരു സാധാരണ കുഞ്ഞിനെ അല്ല വേണ്ടത്. ഒരു അസാമാന്യ ബലമുള്ളവൻ, ഒരു ശിംശോൻ. പക്ഷേ അവന്റെ ജനനത്തിൽ നീ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. അവളതെല്ലാം സൂക്ഷിക്കാൻ തയ്യാറായി പൈതൽ ജനിച്ചു. അവൻ ജനിച്ചത് മുതൽ അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ല. അത് ദൈവിക നിർദ്ദേശമായിരുന്നു. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ല. അവനെ മുന്തിരിവള്ളിയുടെ യാതൊന്നും കൊടുത്തിട്ടില്ല. അവൻ നസീറായി വളർന്നു. അതിനകത്ത് 13-ാം അധ്യായത്തിൻ്റെ
25-ാമത്തെ വാക്യം ഇന്ന് വായിക്കണമെന്നില്ല. സ്തോലയ്ക്കും എസ്തലോനും മധ്യേയുള്ള മഹനെ ദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ഉദ്യമിപ്പിച്ച് നിർത്തി എന്നല്ല, ഉദ്യമിപ്പിച്ചു തുടങ്ങി. സ്തോലയ്ക്കും എസ്തലോനും മധ്യേയുള്ള മഹനെ ദാൻ, അവിടെയാണ് അവൻ്റെ ജന്മസ്ഥലം. അതവൻ്റെ അപ്പൻ്റെ അവകാശഭൂമിയുള്ള ഇടമാ. അവിടെ വെച്ച് യഹോവയുടെ ആത്മാവ് ഉദ്യമിപ്പിച്ച് തുടങ്ങി. പെന്തക്കോസ്ത് നാളിൽ സെഹിയോൻ മാളികയിൽ വെച്ച് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ശിംശോനെ, അങ്ങയുടെ തുടക്കമുണ്ടല്ലോ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാ. യഹോവയുടെ ആത്മാവ് ഒന്ന് ഉദ്യമിപ്പിച്ചാൽ കളഞ്ഞു പോത്തില്ല. 2 പ്രാവശ്യം ദർശനങ്ങൾ കണ്ട ദൈവപൈതലേ, 2 വാക്ക് പ്രവചനം പറഞ്ഞ ദൈവപൈതലേ, 2-3 വാക്കെങ്കിലും അന്യഭാഷ സംസാരിച്ച ദൈവപൈതലേ, എവിടെയെങ്കിലും ഒരു ഉദ്യമനം തുടങ്ങിയ ദൈവപൈതലേ, ഒരു ആത്മപ്രേരണ തുടങ്ങിയ ദൈവപൈതലേ, ഇന്ന് പകൽ ശരീരങ്ങൾക്ക് രോമാഞ്ചമുണ്ടാകുന്നത് പോലെ ഒരു പ്രാവശ്യം കൂടെ ദൈവം ഇടപെടുന്നുവെങ്കിൽ താങ്കളെ ഉദ്യമിപ്പിക്കുകയാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിയൂ. യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അവൻ വളരാൻ തുടങ്ങി. പക്ഷേ അവൻ ക്രമീകരിക്കേണ്ട ഒന്ന്, അവൻ്റെ ജീവിതം സൂക്ഷിക്കുകയായിരുന്നു. ഒരളവിൽ അവൻ മുടി വെട്ടുന്നില്ല, മുടി കത്രിക്കുന്നില്ല. നസീറിൻ്റെ മിനിമം കണ്ടീഷൻ അവൻ അത് ചെയ്തു. 2, അവന് മുന്തിരിവള്ളിയുടെ യാതൊരു അനുഭവം തൊടുന്നില്ല. തന്റെ മിനിമം കണ്ടീഷൻ ചെയ്തു. മോനെ, മിനിമം കണ്ടീഷൻ കൊണ്ട് നിൽക്കാവുന്ന ഒരു വിളിയല്ല ശിംശോനെ അങ്ങയുടെ മേലുള്ളത്. അങ്ങയുടെ മേലുള്ള വിളി ഹയർ ലെവലിലേക്ക് മാറേണ്ടതാണ്. ശിംശോൻ വളർന്നു, അവൻ്റെ ലൈംഗിക വികാരങ്ങൾ വളർന്നു, അവൻ്റെ ജഡത്തിൻ്റെ മോഹം വളർന്നു. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അവനൊരു ജാതികീയ പെൺകുട്ടിയെ കണ്ടു, അവളെ കല്യാണം കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു. ആത്മീയം ഒരു വശത്തുള്ളപ്പോൾ തന്നെ ജഡം മറുവശത്തോട് ഉയർന്നു. യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ സാത്താൻ അവനെ തകർക്കുവാനുള്ള വിത്ത് പാകി തുടങ്ങി. ഇന്ന് പകൽ ഇത് ഗൗരവമായി ഓർത്തോണം. ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ശക്തിയേറിയ പ്രവാചകന്മാർ ഇവിടെ വന്ന് നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണെന്നും ദൈവത്തിന് നിന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ടെന്ന് ഒരുത്തനോട് പറഞ്ഞാൽ അന്നേരം പിശാച് തുടങ്ങും മറുവശത്ത്. അങ്ങനെ ദൂത് പറഞ്ഞതിൽ അധികം പേർ രക്ഷപ്പെട്ടിട്ടില്ല, അവരൊക്കെ തകരുകയായിരുന്നു. തകർന്നത് ദൂതിൻ്റെ തകരാറല്ല, ആ ദൂതിന് ആവശ്യമായ കരുതൽ അവരെടുക്കാതെ വന്നതുകൊണ്ടാണ്. ശിംശോന്റെ പുറകെ സാത്താൻ കൂടി. ശിംശോന്റെ ജഡീക ബോധം ഉയർന്നു. അവൻ പറഞ്ഞു, എനിക്ക് ഇസ്രായേലിൽ നിന്നൊരു പെൺകൊച്ചിനെ വേണ്ട, അതിനേക്കാൾ കണ്ടാ നല്ലത്, അതിനേക്കാൾ ആരോഗ്യമുള്ളത്, അതിനേക്കാൾ സാമ്പത്തികമുള്ളത് ഫെലിസ്ത്യയിൽ ഞാൻ ഒന്നിനെ കണ്ടിട്ടുണ്ട്, എനിക്കൊരു ഫെലിസ്ത്യ പെൺകൊച്ചിനെ വേണം. അവൻ്റെ അപ്പനും അമ്മയും അവനോട് പറഞ്ഞു, എടാ ചെറുക്ക, അങ്ങനെ അല്ലടാ, മര്യാദയ്ക്ക് ജീവിക്കടാ. അവൻ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു, പിന്നെ എന്നാ ചെയ്യും? എനിക്കിഷ്ടപ്പെട്ടു, എൻഡ് ഓഫ് ദ സ്റ്റോറി. പിഴച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊക്കെയാ. അന്നും യഹോവയുടെ ആത്മാവുണ്ട്, മറക്കരുത്. അത് നന്മയ്ക്കല്ല, നിന്റെ തിന്മയ്ക്കായിരിക്കും. യഹോവയുടെ ആത്മാവ് ഉദ്യമിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ ജഡീക ഇച്ഛയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടു. അത്രയും അവൻ പറഞ്ഞാൽ ഈ ചെറുക്കനിൽ വ്യാപരിക്കുന്ന അപാര ബലം മാതാപിതാക്കൾക്കറിയാം. മര്യാദയ്ക്ക് അവൻ്റെ കൂടെ പോയില്ലേ പൊക്കി എടുത്തുകൊണ്ട് പോകുമെന്നറിയാം. ഇവൻ്റെ പിന്നത്തെ ചരിത്രം ഇങ്ങോട്ട് കേൾക്കാം, അവൻ്റെ ബലം പൊക്കിയെടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് അവർ പറഞ്ഞു, നീ പറയുന്നത് കേട്ടേ തീരും. ഇവിടെ ഒത്തിരി മാതാപിതാക്കൾ അങ്ങനല്ലേ, പിള്ളേർ പറയുന്നത് കേൾക്കാതെ നമുക്ക് നിവൃത്തിയില്ലാത്ത പരിതസ്ഥിതിയിലാണ്. വളരെ കുറച്ച് പേര് ഒഴിച്ചാൽ ഇവൻ്റെ പുറകെ പോയി. വിവാഹം നടന്നു, പക്ഷെ ചില പരാജയങ്ങൾ നടന്നു. ഇവന് ഈ പെങ്കൊച്ചിനെ കാണാൻ പോകുന്ന സമയത്ത് അവനെതിരെ ഒരു സിംഹം വന്നു. അവിടെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ, തിമ്നയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. പറഞ്ഞു, മുന്തിരി ഞാൻ തൊടത്തില്ല, ഞാൻ നസീറ. എൻ്റെ തലയിൽ ജടയുണ്ട്, ഞാൻ നസീറ. മുന്തിരിയെ ഞാൻ തൊടത്തില്ല, ഞാൻ നസീറ. പെന്തിക്കോസുകാരനാ. എടാ, പിന്നെ ഫെലിസ്ത്യ പെണ്ണിൻ്റെ പുറകെ അല്ല, അത് ശരീരത്തിൻ്റെ വീക്ക്നെസ്, അത് ശരീരത്തിൻ്റെ ബലഹീനത, എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യം, അതെൻ്റെ ഇഷ്ടം. പോകുന്ന വഴിക്ക് തേണ്ട ഒരു ബാലസിംഹം വരുന്നു ഇവൻ്റെ നേരെ. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ഈ ദുരുദ്ദേശവും വെച്ചുകൊണ്ട് പോകുന്നവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ്. അവൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ്റെ സിരകളെ ദൈവം ശക്തീകരിച്ചു. അവനെ ബാലസിംഹത്തെ പിടിച്ച് വലിച്ചു കീറി. ഇതൊന്നും മനുഷ്യന് മനസ്സിലാകുന്നതല്ല, ഇതിനെ ദൈവികത്വമെന്ന് വിളിക്കും. അത് സംഭവ്യമാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ? ഉണ്ടാകും. അതുകൊണ്ടല്ലേ എഴുതി വച്ചിരിക്കുന്ന ഉണ്ടായെന്ന്.
അതെങ്ങനെ ഇപ്പോൾ ഉണ്ടാകും? ഇപ്പോഴും യഹോവയുടെ ആത്മാവ് വന്നാൽ ഉണ്ടാകും. നിന്റെ മേ വരാത്തത് എൻ്റെ മേ വരാത്തത് നമ്മുടെ കുറ്റമോ? അല്ലെ, ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ടതല്ല. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവനെ സിംഹത്തെ വലിച്ചു കീറി ഒരേറും വെച്ചു കൊടുത്തു. പിറ്റേ പ്രാവശ്യം അതുവഴി വരുമ്പോൾ കല്യാണത്തിന് പോകുന്ന പോക്കിന്, അന്ന് കാണാൻ പോയതാ, കല്യാണത്തിന് പോകുന്ന പോക്കിന് അവന് എൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കണമെന്നൊരു ചിന്ത. ഞാൻ ഈ ദിവസങ്ങളിൽ കൺവെൻഷന് വേണ്ടി കേരളത്തിൽ പോകുമ്പോൾ കേരളത്തിലെ പ്രധാന ഹൈവേകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, പ്രധാന റോഡുകളിലൂടെ, ഹൈവേ തന്നെയൊന്നുമല്ല, കേരളത്തിൽ ഹൈവേ വളരെ കുറച്ചേ ഉള്ളൂ, പ്രധാന റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും നോക്കാറുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങളോടുകൂടെ യാത്ര ചെയ്യുമ്പോഴും സ്നേഹിക്കുന്ന ചിലരോടുകൂടെ യാത്ര ചെയ്യുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, ആ ഗ്രൗണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഈ ഗ്രൗണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഏത് 10 കിലോമീറ്റർ എടുത്താലും ദൈവത്തിൻ്റെ മഹാകരുണയാൽ അവിടെ ഒക്കെ പ്രസംഗിച്ച ഓരോ ഗ്രൗണ്ടുകൾ കാണാനുണ്ട്. ഞാൻ മറന്നുപോകുന്ന ചിലയിടത്ത് എന്നെ കൊണ്ടുപോകുന്നവർ പറയും, പാസ്റ്റർ ഇവിടെ വന്ന് പ്രസംഗിച്ചത് ഓർക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ എനിക്ക് നല്ല ഓർമ്മയാണ്. എൻ്റെ ഓർമ്മശക്തിക്ക് ഒരല്പം കുഴപ്പമുണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ പറയുന്ന വാചകങ്ങളൊക്കെ നന്നായി ഓർമ്മയാണ്. പ്രധാനപ്പെട്ട റോഡുകളുടെ അരികിലൊക്കെയും ഒരു 10 കിലോമീറ്റർ മാറി മാറി അവിടെയും ഇവിടെയും കൺവെൻഷന് പ്രസംഗിച്ചത് എനിക്ക് നല്ല ഓർമ്മയാണ്. ഈ ദിവസങ്ങളിൽ പോകുമ്പോൾ ഞാനത് തിരിച്ചോർക്കാറുണ്ട്. ശിംശോനും അതുവഴി പോകുമ്പോൾ ഓർത്തു, തേണ്ട ഇവിടെ ഒന്ന് നോക്കാം, പണ്ട സിംഹത്തെ കീറിയത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പണ്ടുപോയി സുവിശേഷം പറഞ്ഞിട്ടുള്ള ഇടങ്ങൾ, സഭകൾ എങ്ങനെയുണ്ടെന്നൊന്ന് കയറി നോക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിതിനകത്തിരിക്കുന്ന നിങ്ങളിൽ ചിലർ ശുശ്രൂഷകന്മാരെ, നമ്മളൊരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ആ സഭ എങ്ങനെയുണ്ട്, ഞാൻ ഉണ്ടാക്കിയ ഈ സഭ എങ്ങനെയുണ്ട് എന്നൊന്ന് കയറി നോക്കുവാൻ ചിലരെ ദൈവം ശക്തീകരിക്കട്ടെ. ശിംശോൻ ഒരു സിംഹത്തെ വലിച്ചു കയറി കളഞ്ഞു. അവൻ പറഞ്ഞു, എങ്ങനെയുണ്ടെന്നൊന്ന് കാണണം. അവൻ ചെന്ന് സിംഹത്തെ നോക്കുമ്പോൾ അതിൻ്റെ അസ്ഥിപഞ്ജരം, ആ മാംസമെല്ലാം അഴുകിപ്പോയി, അസ്ഥിപഞ്ജരം ശേഷിച്ചിട്ടുണ്ട്. ആ ശേഷിച്ചിരിക്കുന്ന അസ്ഥിപഞ്ജരത്തിനകത്ത് ഒരു തേനീച്ച കൂട് വെച്ച് തേണ്ട തേനുണ്ട് അതിനകത്ത്. നസീർ വ്രതക്കാരൻ്റെ പ്രത്യേകത, അവൻ മുന്തിരിയുടെ അനുഭവം ഒന്നും തുടരുത്, തേനും അവന് വെൽക്കം ചെയ്തതല്ല. മനസ്സിലാവണോ? തേനും തിന്നാതിരിക്കുക നല്ലത്. കാര്യം അതിന് പുളിപ്പുള്ളതാ. പുളിപ്പുള്ളതായതുകൊണ്ട് തേനും തിന്നാതിരിക്കുക നല്ലത്. ഇത് തേൻ ഇരിക്കുന്നത് എവിടെയാ? അസ്ഥികൂടത്തിനകത്താ. അവന് നിർബന്ധമായും ശവത്താൽ അശുദ്ധനാകരുതെന്നൊരു പ്രമാണമുണ്ട്. യാതൊരു ജീവിയുടെയും ശവം തൊടുവാൻ നസീറിന് അവകാശമില്ല. അവൻ ഓർത്തു, ശവം ഞാൻ തിന്നുന്നില്ലല്ലോ, അതിനകത്തിരിക്കുന്ന തേനല്ലേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് കൈനീട്ടി ഇഞ്ഞ് തേൻ എടുത്തു, ഒരല്പം അങ്ങ് തിന്നു. നസീർ വ്രതം ഒരളവിൽ ലംഘിക്കപ്പെട്ടു. പൂർണ്ണമായി ലംഘിക്കപ്പെട്ടില്ല, ആ ഭാഗികമായി ലംഘിക്കപ്പെട്ടു. എന്നിട്ടും ശക്തിക്ക് ഒരു കുറവുമില്ല. ആ പോയ പോക്കിനും അവൻ 30 ഫെലിസ്ത്യരെ കൊന്നു. ആ പോയ പോക്കിനും അവൻ 30 ഫെലിസ്ത്യരെ കൊന്നു. ദൈവം അവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നുകൊണ്ടിരിക്കുക. അടുത്തൊരു ദിവസം ഫെലിസ്ത്യരെല്ലാം കൂടെ ഇവനെ കൊല്ലുവാൻ വേണ്ടി വന്നു. അന്ന് അവനൊരു 1000 പേരെ കൊന്നു. 1000 പേരെ കൊന്നു. ഒരു കഴുതയുടെ പച്ച താടിയല്ലുകൊണ്ട് ആ സംഭവം ഒന്ന് തൊടാം. ശിംശോൻ ഒരു ദിവസം ആകപ്പാടെ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാൻ പോകുകയാണ്. ഫെലിസ്ത്യരെല്ലാം കൂടി ഇവനെ പിടിച്ചു കെട്ടാനായിട്ട് വന്നു. ജനമെല്ലാം കൂടെ, ഒരു ഫെലിസ്ത്യരെല്ലാം കൂടെ ഇസ്രായേലിന്റെ അടുക്കൽ വന്ന് വെച്ച് പറഞ്ഞു, അവൻ ഞങ്ങളോട്, നിങ്ങളുടെ ഇടയിലുള്ള ശിംശോൻ ഞങ്ങളോട് ദോഷം ചെയ്തതുകൊണ്ട് നിങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ പോകുക. ഇസ്രായേൽ എല്ലാം കൂടെ ഓടി ശിംശോന്റെ അടുക്കൽ വന്നു, ശിംശോനെ, എടാ ഫെലിസ്ത്യർ നമ്മെ വാഴുന്നുവെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഈ സാഹചര്യത്തിൽ ഫെലിസ്ത്യരോട് ദോഷം ചെയ്തു, അവര് തന്നെ എന്നെ കൊല്ലാൻ വന്നു, ഞങ്ങളെ കൊല്ലാൻ വരുന്നു. നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കൈ കൊണ്ട് കൊടുത്താൽ ഞങ്ങൾ രക്ഷപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം കുറഞ്ഞു പോകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പലർ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്, ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്നത് ശിംശോന്റെ കാലം മുതൽ ഉള്ളതാണ്. ഇന്ന് വളരെ കൂടുതലാണ്. പിന്മാറ്റക്കാരിൽ പലരും, പെന്തിക്കോസുകാർ അങ്ങനായിരുന്നു, ഞാനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ് ഒറ്റിക്കൊടുക്കുന്ന സംഭവങ്ങൾ കാണാം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 1 2 3 4 5 6 7 എന്നും പറഞ്ഞ് പിന്മാറ്റക്കാരെ എടുക്കാൻ ധാരാളമുണ്ട്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഒറ്റിക്കൊടുക്കുന്ന ഒരു സമയം. ഇസ്രായേലെല്ലാം കൂടെ വന്നു പറഞ്ഞു, നീ ഒരു അഭിഷക്തനാണ്, ദൈവം നിന്നെ അയച്ച കാര്യം നീ ചെയ്തു, പക്ഷെ ഞങ്ങളെ വാഴുന്നത് ദൈവമല്ല, ഞങ്ങളെ വാഴുന്നത് ഫെലിസ്ത്യനാകയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടേണ്ടതിന് നിന്നെ
ഒന്ന് പിടിച്ചു കെട്ടാൻ പോകുകയാ. അങ്ങനെ അവർ പിടിച്ചു കെട്ടി അവനെ പുതിയ കയറുകൊണ്ടൊക്കെ കെട്ടി അങ്ങോട്ട് കൊണ്ടുവന്ന് ഫെലിസ്ത്യരുടെ കയ്യിലോട്ട് കൊടുത്തു. ഫെലിസ്ത്യരെല്ലാം കൂടെ കൂട്ടം കൂടി നിൽക്കുക. ശിംശോനെ കണ്ടപ്പോൾ എല്ലാവരും കൂടെ ആർപ്പിട്ടു, ഞങ്ങൾ പിടിക്കാൻ ചെന്നാൽ ഇവനെ കിട്ടത്തില്ല, അവന്റെ ആളുകൾ തന്നെ പിടിച്ചിഞ്ഞു കൊണ്ടുവന്നല്ലോ. ഇന്ന് ജാതികൾ അങ്ങനെ സന്തോഷിക്കുന്നത്, അവന്റെ ആളുകൾ തന്നെ അവനെ പിടിച്ചു കൊണ്ടുവന്നല്ലോ. എല്ലാവരും കൂടെ ആർത്തോണ്ട് നിൽക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് ശക്തിയോടുകൂടെ ശിംശോന്റെ മേൽ വന്ന് എഴുതിയിരിക്കുന്നത് തീയിൽ കരിഞ്ഞ ചണനൂല് പോലെ അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന പുതിയ കയറുകൾ ഞാനുകൾ ഇല്ലാതെയായി അവൻ കൊടഞ്ഞെഴുന്നേറ്റു. കൊടഞ്ഞെഴുന്നേക്കുക എന്നുള്ളത് ആത്മലോകത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു പദമാ. ശരീരം തളർന്നിരിക്കുന്ന ചിലര് ഇന്ന് പകൽ കൊടഞ്ഞെഴുന്നേറ്റു. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ചിലര് പ്രത്യേകിച്ചും ഡിങ്കി രോഗത്താൽ ബാധിക്കപ്പെട്ട്, ഐ വാണ്ട് ടു റിപ്പീറ്റ്, ഡിങ്കി രോഗത്താൽ ബാധിക്കപ്പെട്ട് എഴുന്നേക്കാൻ ആരോഗ്യമില്ലാതെ ഇന്ന് പകൽ കഷ്ടപ്പെടുന്ന ചിലര് യേശുവിന്റെ നാമത്തിൽ കുടഞ്ഞെഴുന്നേൽക്കാം, കുടഞ്ഞെഴുന്നേൽക്കാം, കുടഞ്ഞെഴുന്നേൽക്ക. ശത്രുവിന്റെ അപവാദത്തിന് വിഷയമായി ജീവിക്കാൻ നിവൃത്തിയില്ലെന്ന് പറയുന്ന ചിലർ യേശുവിൻ നാമത്തിൽ കുടഞ്ഞെഴുന്നേക്ക്. താങ്കളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെ ഈ പ്രാവശ്യം ദൈവമാക്കുകയാണ്. നിന്റെ സിരകളിൽ ശക്തി പകരുകയാ. കുടയുന്നത് നിങ്ങളുടെ കടമയാ. ശിംശോനെ ദൈവം വന്ന് കൊടയത്തില്ല കേട്ടോ, ദൈവം വന്ന് കൊടയത്തില്ല. ഞാൻ ആ ഭാഗത്ത് അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. ദൈവം വന്ന് എത്ര അനുഭവങ്ങൾ വ്യക്തി ജീവിതത്തിലുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. ദൈവം വന്ന് കൊടയത്തില്ല, ഞാനാണ് കൊടയേണ്ടത്. എതിർത്ത് നിൽക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ കൊടഞ്ഞെഴുന്നേൽക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. അവനൊന്ന് കൊടഞ്ഞെഴുന്നേറ്റു. ദൈവത്തിങ്കിൽ നിന്ന് ശക്തി അവന്റെ സിരകളിൽ വന്നടിച്ചു. കയ്യിൽ ഒന്നുമില്ല. ഫെലിസ്ത്യർ ആയിരക്കണക്കിന് നിൽക്കുക. എന്തോ ചെയ്യും? അവൻ വട്ടം നോക്കിയപ്പോൾ ദേ കിടക്കുന്നു ഒരു കഴുതയുടെ പച്ച താടിയല്ല്. കഴുതയുടെ താടിയല്ലിന് നീളക്കുറവാ, ഒരു മുഴം നീളമില്ല. ഒരു കഴുതയുടെ താടിയല്ലിന് ഒരിച്ചാൺ നീളം വരും. ഇച്ചിരിയും ഒരു താടിയല്ല്, ഒരു പച്ച താടിയല്ല്. ഇവിടെ രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, നസീറായ എനിക്ക്, നസീർ വ്രതമുള്ള എനിക്ക് അത് തൊടാമോ? മറുപടി, പാടില്ല. ശവത്തോട് ബന്ധപ്പെട്ടതിൽ ഒന്നിലും തൊടരുത്, ഞാൻ നസീർ വ്രതമുള്ളവനാ. പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, തലയിൽ വ്രതം ഉണ്ടല്ലോ, അത് മതി, ഞാൻ അവിടെ പിന്നെ വരും. ഞാൻ എടുക്കാൻ പോകുകയാ. അരുതാത്ത വസ്തു നസീർ വ്രതക്കാരൻ അനുവദിക്കാത്തത് അവൻ എടുത്തു. ദൈവശക്തി പോയില്ല, ദൈവശക്തി അവൻ്റെ മേൽ തന്നെ ഇരുന്നു. അവനെ കഴുതയുടെ പച്ച താടി എല്ലുകൊണ്ട് കുന്നൊന്ന്, കുന്ന് രണ്ട് എന്ന് 1000 ഫെലിസ്ത്യ ശവങ്ങൾ കൂട്ടിയിട്ടു. 1000 ഫെലിസ്ത്യ ശവങ്ങൾ കൂട്ടിയിട്ടു. എന്നിട്ടവൻ പറഞ്ഞു, ദൈവമേ എനിക്ക് ദാഹിക്കുന്നു. കയ്യിൽ കഴുതയുടെ താടിയല്ലേ, ശവത്തെ തുടരുതെന്ന് പറഞ്ഞവന് ശവം പിടിച്ചിരിക്കുന്നു. തലയിൽ എനിക്ക് മുടിയുണ്ടെന്നുള്ളത് ശരിയാ. നസീറിന്റെ ഒരു ഭാഗം എന്നിലുണ്ട്, വേറൊരു ഭാഗം നഷ്ടമായി. ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കുന്നില്ലെന്നുള്ളത് ശരിയാ, ഒരു ഭാഗം എന്നിൽ നഷ്ടമായി. ദൈവം കൈവിട്ടില്ല, അടുത്ത ചാൻസ് കൊടുക്കയാ. അവൻ കരഞ്ഞ്, കർത്താവേ അടിയന്റെ കൈ കൊണ്ട് ഈ മഹാത്ഭുതം ചെയ്ത ശേഷം എന്തുവായി കിടക്കുന്നേ? 1000 ഫെലിസ്ത്യ പട്ടാളക്കാരൻ്റെ ശവം. ഈ PC എബ്രഹാം സാറ് ഒരിക്കൽ നമ്മുടെ ചർച്ചിൽ ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നു 1000 ഫെലിസ്ത്യ പട്ടാളക്കാർ തലേം കുനിച്ച് തല്ലിക്കോടാന്നും പറഞ്ഞ് വരുമെന്ന്? നോ, അവർ വട്ടം കൂടി അറ്റാക്ക് ചെയ്യുക. ശിംശോൻ കറങ്ങി അടിക്കുക. പോരാട്ടം വരുമ്പോൾ ഒരിടത്തൂടല്ല, 7 ഇടത്തൂടാണ്. കുഞ്ഞിന് അസുഖം ഒരിടത്തൂടെ, ഭർത്താവിന്റെ പ്രശ്നം വേറൊരിടത്തൂടെ, ഭാര്യയുടെ പ്രശ്നം ഇങ്ങപ്പുറത്തൂടെ, സാമ്പത്തിക തകർച്ച വേറൊരിടത്തൂടെ, രോഗഭാരങ്ങൾ ഒരിടത്തൂടെ. ഇന്ന് പകൽ വട്ടം അടുക്കുന്നുണ്ടോ? ഒരു മഹാജയത്തിന് വേണ്ടി ദൈവം തരുന്ന അവസരമാ. ശിംശോനൊന്ന് എഴുന്നേറ്റു. ശിംശോന്റെ കയ്യിൽ കിട്ടിയ ഒരു കഴുതയുടെ പച്ചത്താടിയൽ ഇതുപോലെ ഇരിക്കും, ചെറുതാ. ആ പച്ചത്താടിയല്ലുമായി അവൻ ഒരു കറക്കം കറങ്ങുകയാ. അവൻ കറങ്ങുന്നിടത്തൊക്കെ ഇടികൊള്ളുന്നത് താഴെയാ. ഇന്ന് പകൽ ദൈവപൈതൽ ഉന്നം വെക്കുന്ന പലയിടത്തും പല ശക്തികൾ വീഴുവാൻ യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ മേലൊരു പുതുബലം. God, Lord of hosts, സൈന്യങ്ങളുടെ ദൈവം, സൈന്യങ്ങളുടെ ദൈവം, സൈന്യങ്ങളുടെ ദൈവം ശിംശോനോടുകൂടി ഇറങ്ങി വന്നിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് ശിംശോൻ പറഞ്ഞ, കർത്താവേ 1000 എണ്ണമേ ചത്തുള്ളൂ, ബാക്കി മൊത്തം നിൽക്കുന്നു. ഒരു ചാൻസിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുക.
എനിക്കാണ് ദാഹിച്ചിട്ട് വയ്യ, ഞാൻ ദാഹം കൊണ്ട് മരിച്ച് ഇവന്മാരുടെ കൈ വീഴണോ, ചാകുന്നത് വരെ ഞാൻ നിൽക്കും, ചത്തു വീണെങ്കിൽ അല്ലാതെ. അതൊരു വലിയ പദമാണ് കേട്ടോ. മരിച്ചു വീഴുക അല്ലാതെ ഞാൻ ഇവർക്ക് സറണ്ടർ ചെയ്യത്തില്ല. പക്ഷെ ദാഹം കൊണ്ട് വയ്യാത്ത സ്ഥിതിയിലായി ഞാൻ ഇപ്പം ചാകും. പറഞ്ഞു, മോനെ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തവനെ, നിന്റെ കയ്യിൽ പരാജയമുണ്ടെങ്കിലും നീ ദാഹിച്ച് മരിക്കത്തില്ലടാ. യഹോവ ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. നോക്കി നിൽക്കവേ ഒരു ദൂതൻ ഇറങ്ങി ലേഹിയിൽ ഉറവയുള്ള ഇടത്ത് ഒരു ഒറ്റ ചവിട്ടി ഒരു കുഴി വളർന്നു വരികയാ. കുറെ മസിയാരാ ഇന്ന് പകൽ ചില കിണറുകൾ, ചില കുഴികൾ ചിലതിനു വേണ്ടി തന്നെ ദൂതൻ തുറക്കട്ടെ. ഹല്ലേലൂയ. ഇതെല്ലാം ഇവന്റെ പോസിറ്റീവ് സൈഡാ. ലേഹിയിൽ അവന് വേണ്ടി കുഴി പിളരുമാറാക്കി. ഇന്ന് പകൽ ദൈവം ചാൻസ് തരികയാ. മോനെ, നീ ഇത്രയും ദോഷം ചെയ്തു, ഇനിയും എൻ്റെ കൃപ കൂടെ ഉണ്ട്, നീ മടങ്ങി വാ, എനിക്ക് നിന്നെ ഉപയോഗിക്കണം. ഞാൻ ഉപയോഗിക്കുന്നത് കാണാമോ? നിന്റെ ഒരു പ്രവചനത്തിന്റെ മുമ്പിൽ സത്യം വെളിപ്പെടുന്നത് കണ്ടോ? നീ കൈവെക്കുമ്പോൾ രോഗി സൗഖ്യമായത് കണ്ടോ? നിന്റെ നന്മ കൊണ്ട് തന്നെയല്ല, നിന്റെ കയ്യിൽ ബലഹീനത ഉള്ളപ്പോൾ ഞാൻ ഉപയോഗിപ്പാൻ കാര്യം. മടങ്ങി വാ. ജഡ്ജസ് 15:19 ലേഹിയിൽ കുഴിപിളരുമാറാക്കിയത്. 16:3 വരുമ്പോൾ ഇവൻ തൻ്റെ വേറൊരു വേശ്യപ്പെണ്ണിൻ്റെ പുറകെ പോയി. ഇവൻ്റെ ദുസ്വഭാവം കുറയുന്നില്ല. പിശാചി പറഞ്ഞ്, നീ എത്ര കണ്ട് എന്നെ ദ്രോഹിച്ചോ അത്ര കണ്ട് നിന്നെ പിടിക്കുവാൻ എൻ്റെ ദുസ്വഭാവം നിന്നിലോട്ടിടുക. ചുമ്മാ ഒരു കഥ ആളുകൾ പറയാറുണ്ട്. ഒരു പോക്കറ്റടികാരനെ പിടിച്ചു പോലും. എങ്ങാണ്ടൊരു പോക്കറ്റടികാരനെ പിടിച്ചു. അവനെ കുറച്ച് നാൾ ജയിലിലിടാൻ വിധിച്ചു. 6 മാസമോ 3 മാസമോ എന്തോ അവൻ ജയിലിൽ കിടന്നു. തിരിച്ചു വന്നപ്പോൾ വീട് മുറിക്കുന്ന കള്ളനായിട്ടാണ് ഇവൻ വന്നത്. പോക്കറ്റടിയായിരുന്നു ആദ്യത്തെ ജോലി. തിരിച്ചു വന്നപ്പോൾ വീട് മുറിച്ച് കയറുന്ന കള്ളൻ. അപ്പോൾ അവനോട് ഇതെന്നാടാ പരിപാടി എന്ന് വെച്ച് പറഞ്ഞ്, ജയിലിലിട്ട കൂട്ടത്തിൽ വേറൊരുത്തനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ വീട് മുറിക്കുന്ന പണിയായിരുന്നു. ഞാൻ അത് പഠിച്ചു. എന്നെ ട്രെയിനിങ്ങിന് അയച്ചതാ സർക്കാർ ജയിലിലോട്ട്. ആ വലിയ കള്ളത്തരം ഞാൻ അവനിൽ നിന്ന് പഠിച്ചു. പോക്കറ്റടി ഞാൻ അവനെ പഠിപ്പിച്ചു. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും 2 പണിയും അറിയാം. 2 പണി അറിയാം. ഞങ്ങൾ ഗവൺമെൻറ് കോളേജിൽ പഠിപ്പിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ജയിലിൽ ഞങ്ങളെ കൊണ്ടിട്ട് ചെലവിന് തന്ന് കാശ് തന്ന് ഞങ്ങളെ പഠിപ്പിച്ചതാണ്. സക്സസ്ഫുള്ളായിട്ട് ചെയ്യും. പിശാചി ചിലരോട് ചെയ്യുന്ന ഇതുപോലെ കേട്ടോ. പിന്നെ നിന്റെ ഒരു ബലഹീനത ഇരിക്കെ നിന്നെ വലിയ വീഴ്ചയിലേക്ക് നടത്തുവാൻ അടുത്ത പാപത്തിലേക്ക് കയറ്റിവിടുക. അടുത്ത പാപത്തിലേക്ക് നിന്നെ കയറ്റിവിടുക. മാറിയേക്കാം. ബില്ലി കിം പണ്ടൊരിക്കൽ പറഞ്ഞൊരു ഉദാഹരണം. ബില്ലി കിം ആംസ്റ്റർഡാം 86 ലോകചരിത്രത്തിലെ കൂടുതൽ ആളുകളെ ഒരുമിച്ച് കൂട്ടിയ ഒരു മനുഷ്യനാണ് ബില്ലി ഗ്രഹാം. ബില്ലി ഗ്രഹാം നടത്തുന്ന ഒരു കൺവെൻഷനായിരുന്നു ആംസ്റ്റർഡാം കൺവെൻഷനിൽ 1986 ബില്ലി കിം എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഒരു പ്രസംഗകൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കൊച്ചു ചെറുക്കൻ, വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത ഒരുത്തൻ, അവന് ചെലവ് കഴിയാൻ ബീഡിക്കാശ് ഉണ്ടാക്കാൻ വേണ്ടി, എൻ്റെ ഭാഷയാ ബീഡിക്കാശ് ഉണ്ടാക്കാൻ വേണ്ടി റെയിൽവേ പാളത്തിൻ്റെ അടുക്കൽ പോയി 2 സ്പാനറൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ നട്ടും ബോൾട്ടും അഴിച്ചു വീക്കുമായിരുന്നു. ട്രെയിൻ വന്ന് മറിയും, 100 കണക്കിന് ആളുകൾക്ക് പരിക്കേക്കും, ചാകും. ഇവൻ എന്നാ നഷ്ടം? അവനൊരു നട്ട് വിറ്റ 10 പൈസ കിട്ടും. അന്നത്തെ ബീഡിക്കാശായി. ഇവനിങ്ങനെ ബീഡിക്കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് അഴിച്ചു വിൽക്കുകയായിരുന്നു. ഇവനെ പിടിച്ച് തല്ലി, ഇവനെ പിടിച്ച് ജയിലിലടയ്ക്കാൻ തീരുമാനിച്ചു. ഇവനെ പിടിച്ച് എന്തോ ചെയ്യണം. അപ്പോൾ ഒരു ജഡ്ജ് പറഞ്ഞു, ഇവന് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെ മോഷ്ടിക്കുന്നത്. കാര്യം ഇവന് പിടി കിട്ടുന്നില്ല. ഇവൻ്റെ ഒരു നട്ടെടുത്തത് കൊണ്ട് എന്തോ നടക്കുന്നതെന്ന് ഇവൻ അറിയത്തില്ല. കാര്യം ഇവന് വിദ്യാഭ്യാസം ഇല്ല. നമുക്കിവനെ കോളേജിൽ വിട്ട് പഠിപ്പിക്കാം. അങ്ങനെ സർക്കാർ ചെലവിൽ കോളേജിൽ വിട്ട് പഠിപ്പിച്ചു. പഠിച്ചേച്ച് തിരിച്ചു വന്നപ്പോൾ അവൻ റെയിൽ പാളം അഴിച്ചു വിൽക്കുമായിരുന്നു. കാര്യം അവൻ വിവരം പിടികിട്ടി എന്തുവാണ് വിൽക്കേണ്ടത്, എന്തുവാ എടുക്കേണ്ടതെന്ന്. പണ്ട് നട്ടുബോൾട്ടേ ഉള്ളായിരുന്നു, ഇപ്പോൾ പാളം വിൽക്കുന്ന പരുവമായി. പലതിനെയും വളർത്തുന്നത് അങ്ങനെയൊക്കെയാണ്, നന്നാക്കുന്നതാ. ഇതിൻ്റെ പുറകിലൊരു പിശാചുണ്ട്. ഇവൻ തൻ്റെ വേറൊരു വേശ്യപ്പെണ്ണിൻ്റെ കൂടി അവിടെ കൂടെ ചെന്നു. അവനിവിടെ ഉണ്ടെന്ന് ഫെലിസ്ത്യർക്ക് അറിവ് കിട്ടി. ബലമുള്ള ഒരു പട്ടണത്തിൻ്റെ അകത്തായിരുന്നു ഇത്. അതുകൊണ്ട് അവർ പറഞ്ഞ, അടച്ചു പൂട്ടട വാതിൽ, പട്ടണവാതിൽ അടച്ചു പൂട്ട്. ശിംശോൻ നമ്മുടെ കയ്യിൽ പെട്ടു. ഇനി അവൻ രക്ഷപ്പെടത്തില്ല. അയ്യോ, അവിടെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ, ശിംശോൻ ഇതൊക്കെ അറിഞ്ഞെങ്കിലും സുഖമായി കിടന്നങ്ങ് ഉറങ്ങി.
അവൻ വേശ്യയുടെ കൂടെയാണ്. അവൻ സുഖമായ രാത്രി കിടന്ന് ഉറങ്ങി, പാതിരാത്രി വരെ ഉറങ്ങി. പാതിരാത്രി കഴിഞ്ഞപ്പോൾ അവൻ പയ്യെ എഴുന്നേറ്റു. അവൻ നേരെ പട്ടണവാതിക്കലോട്ട് ചെന്നപ്പോഴാ വാതിൽ വലിയ കട്ടിളയിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പട്ടണവാതില, തമാശല്ല, പിടിച്ച് 2 കുലുക്ക് കുലുക്കി വാതിൽ ഇളകി ഇഞ്ഞു പോരുന്നു. അപ്പം വാതിലും തോളെ വെച്ചുകൊണ്ട് അടുത്ത മലയെ കൊണ്ട് കളഞ്ഞിച്ചു പോയി. അന്നും ദൈവാത്മാവ് അവൻ്റെ കൂടെ ഉണ്ട്. അന്നും ദൈവാത്മാവ് അവൻ്റെ കൂടെ ഉണ്ട്. വരുന്നത് വേശ്യയുടെ അടുക്കൽ നിന്നാണ്. ഒരു ചാൻസ് കൂടെയായി, ഒരു ചാൻസ് കൂടെ. ദൈവശക്തി അവനിൽ വ്യാപരിക്കുക. അതിൻ്റെ അർത്ഥം അവൻ ദൈവത്തിൻ്റെ വഴിയിലാണെന്നല്ല, ചെയ്ത ചില നന്മകൾ. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിലെ നന്മകൾ ദൈവം കണക്കിടും. തിന്മ വരാതെ നമ്മളും നോക്കണം. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവൻ വേറൊരു പെണ്ണിൻ്റെ പുറകെ കൂടി. ദലീല എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. ദലീല ഇവനെ പിടിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ല ഇഷ്ടപ്പെട്ടതായി നടിച്ചു. ദലീലയുടെ മടിയിൽ ഇവൻ കിടന്നുറങ്ങി. അവൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളിൽ ഒന്ന്, ദലീലയുടെ മടിയിൽ തലവെച്ചു. അവളെ അങ്ങ് വിശ്വസിച്ചു, അവളെ അങ്ങ് ആശ്രയിച്ചു, അവിടെ മടിയിൽ തലവെച്ചു. ദലീലയുടെ അടുക്കൽ ഫെലിസ്ത്യരെല്ലാം കൂടെ ചേർന്ന് വെച്ച് പറഞ്ഞു, ഇവൻ്റെ ബലം ഏതിലാണെന്ന് കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും. ബലം കണ്ടുപിടിക്കുവാൻ പല ശ്രമം നടത്തി. അവസാനം അവൻ ഹൃദയം മുഴുവനും ദലീലയുടെ മുമ്പിൽ തുറന്നു. വല്ലതിൻ്റെ ഒക്കെ മടിയിൽ കൊണ്ട് തലവെച്ചാൽ, ദലീല എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയായി മാത്രം തെറ്റിദ്ധരിക്കരുത്. ചിലർക്ക് ദലീല ലോക ഇമ്പമായിരിക്കാം, ചിലർക്ക് വാട്സപ്പിലെടുക്കുന്ന സമയമായിരിക്കാം, ചിലർക്ക് ഇൻ്റർനെറ്റിൽ നശിപ്പിക്കുന്ന സമയമായിരിക്കാം, ചിലർക്ക് ഫേസ്ബുക്കിലൂടെ കൊല്ലുന്ന സമയമായിരിക്കാം, ചിലർ അപവാദം പറയുവാൻ എടുക്കുന്ന തമാശയായിരിക്കാം. പലതും പലതും പലതുമാകാം. അവൻ ദലീലയുടെ മടിയിൽ തലവെച്ചു. ദലീലയോട് അവൻ്റെ ഹൃദയത്തിൻ്റെ ഇംഗിതം തുറന്നു പറഞ്ഞു, അവൻ്റെ രഹസ്യം പറഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ തലയിലിരിക്കുന്ന ഈ 7 മുടിയുണ്ടല്ലോ, 7 ജടകളുണ്ടല്ലോ, അതാണ് എൻ്റെ ജയത്തിൻ്റെ രഹസ്യം. ഞാൻ അവിടെ ഒരു വാക്ക് പറഞ്ഞോട്ടെ. ശിംശോനെ, നിന്റെ ജയത്തിൻ്റെ രഹസ്യം അതല്ലടാ, ആ ജടയിലൂടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നീ അത് കണ്ടില്ല. ഞാൻ ഉപവസിച്ചാ സാധിച്ചത്. അതെ, നിന്റെ ജഡ എന്ന് പറയുന്ന ഉപവാസമായിരിക്കും. ഞാൻ പട്ടിണി കിടന്നാ സാധിച്ചത്, ആ പട്ടിണി കിടപ്പായിരിക്കാം. ഞാൻ ഇത്ര സമയം പ്രാർത്ഥിച്ച, അതെ, അതായിരിക്കാം ദൈവവും നീയും തമ്മിലുള്ള കോണ്ടാക്ട് പോയിന്റ്. പക്ഷെ ഇതൊന്നുമല്ല വലുത്, ദൈവമാ വലുത്. ശിംശോൻ അത്രയും തിരിച്ചറിയാനായില്ല. അവൻ പറഞ്ഞ എൻ്റെ തലയിലുള്ള 7 ജടകളാണ് കാര്യം. ശിംശോനെ പതിവ് പോലെ അവൾ മടിയിൽ ഉറക്കി. അവൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ചു വെച്ച് പറഞ്ഞു, വാ പ്രഭുക്കന്മാരെ, അവൻ്റെ ഇംഗിതം എന്നെ തുറന്നറിയിച്ചു. നിങ്ങൾ വേഗത്തിൽ ഒരു ക്ഷവരക്കാരനെ കൊണ്ടുവരണം, ഒരു ബാർബറെ കൊണ്ടുവരണം. അവൻ്റെ ജട 7 മുറിച്ച് കളയണം. അവർ മിടുക്കൻ, എളുപ്പം വെട്ടാൻ കഴിയുന്ന ഒരു ബാർബറെ കൊണ്ടുവന്നു. ശബ്ദം പോലും അവൻ കേൾക്കാതെ, ഒച്ച പോലും ഉണ്ടാക്കാതെ. എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ മുടി വെട്ടുമ്പം ആദ്യമേ എൻ്റെ മുടി എല്ലാവരുടെയും എനിക്ക് അറിഞ്ഞുകൂടാ, വെള്ളം കൊണ്ടൊന്ന് നനച്ചേച്ചാണ് അവർ വെട്ടുന്നത്. മിക്കവാറൊക്കെ എല്ലാവരുടെ അങ്ങനെ ആയിരിക്കണം അല്ലേ? അത് എൻ്റെ മുടിക്ക് കട്ടി കൂടുതലാണോ എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടായാലും എന്നോട് അങ്ങനെ അവർ ചെയ്യാറുള്ളത്. ശിംശോൻ്റെ മുടിയൊന്നും നനച്ചു കാണത്തില്ല. നനച്ചാൽ ചെറുക്കൻ എഴുന്നേറ്റ് വരും. ആ ഇരിക്കുന്നിരിപ്പിൽ വെട്ടാൻ കഴകമുള്ള ബാർബറന്മാരുണ്ട്, മറക്കണ്ട കേട്ടോ. നമ്മുടെ എന്നാ നന്മയാണെങ്കിലും മുറിച്ചു കളയാനുള്ള ആളുകൾ പിശാചിൻ്റെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭയത്തോടെ കേക്ക്. നമ്മുടെ ഏത് നന്മയാണെങ്കിലും മുറിച്ചു കളയുവാനുള്ള ശക്തന്മാർ പിശാചിനുണ്ട്. അവൻ്റെ ജട 7 മുറിച്ചേച്ചൊരു വിളിച്ചു, ശിംശോനെ എഴുന്നേക്കടാ, ഫെലിസ്ത്യർ വരുന്നു. ശിംശോൻ വിചാരിച്ച് പിന്നെ ഞാൻ കൊടയുമെന്ന് എഴുന്നേറ്റ് കൊടയുകയൊക്കെ ചെയ്തു. പക്ഷേ യഹോവയുടെ ശക്തി പോയി. മോനെ, നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്തു. അയ്യോ, നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്തു. എബ്രായ ലേഖനം 11-ാം അധ്യായം പറയുകയാണ്, ഗിദെയോൻ, ശിംശോൻ മുതലായവരെ ഓർത്തോണം, നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തി പ്രാപിച്ചു.